ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ സൂചിപ്പിച്ച ആ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ പണമൊഴുക്കുന്നു, അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ ഈ പരാതി അതിൽ ഉറച്ചു നിൽക്കാതിരിക്കണം, ആ മൊഴി ഇനിയിപ്പോൾ ഏതെങ്കിലും അന്വേഷണം ഉണ്ടായാൽ അതിൽ പറയരുത്, ആ നിലയിലുള്ള വലിയ സമ്മർദ്ദം ഇവർക്ക് മേലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത്, അവരെ എന്താണ് ഇതിന് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന്, മൊഴിയിൽ ഉറച്ചു നിൽക്കേണ്ടതിന് അവരെ പ്രേരിപ്പിക്കുക സർക്കാർ നടപടികളാണ്, പോലീസിൻ്റെ നടപടികളാണ്. പക്ഷേ അത് ഉണ്ടാകുമോ? അതുണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ കോടതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടും ആ ധൈര്യം? ചുറ്റും ഈ നിലയിലുള്ള സമ്മർദ്ദ ശക്തികളാണല്ലോ. വിജയകുമാർ, അത് തന്നെയാണ് അവരുടെ കാര്യം കഷ്ടത്തിലാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ്, അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അതായത് ഇപ്പോൾ ഈ വലിയ ചില ആളുകൾ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ആളുകളും ഇവിടുത്തെ പ്രബലമായ ഗ്രൂപ്പ് എന്ന് പറയുന്ന ചില ആളുകളും, ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ എന്നൊക്കെ അത് നമുക്ക് നന്നായിട്ട് കേൾക്കാം. അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ബാത്റൂമില്ല, അവർക്ക് ഒരേപോലെയുള്ള ശമ്പളം വേണം, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ബലാത്സംഗം ചെയ്തിട്ട് ബാത്റൂം വേണോ കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക്? അതാണോ വേണ്ടത്? ഇവരെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇവിടെ ബലാത്സംഗം നടന്നാലും ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കളുടെ ആ പ്രയോഗം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഹേമ കമ്മിറ്റി പഠിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്ക് അവർക്ക് ഈ വാഷ്റൂം സൗകര്യങ്ങളില്ല, തുല്യവേതനം എന്നുള്ളത് ഒരു പക്ഷേ അതിന് പല മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് അടിസ്ഥാനപരമായി അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ, സുരക്ഷിതത്വമില്ല, യാത്രാ സുരക്ഷിതത്വമില്ല, കൃത്യമായി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അതെങ്ങനെയാ നമുക്ക് രണ്ടാം നിര പ്രശ്നങ്ങളാണെന്ന് പറയാൻ പറ്റുക? റെമ്യൂണറേഷൻ ഒരു പ്രശ്നമാണെന്ന് കോടതിയും പറഞ്ഞു. ഗോപീഷ്ണ, അതായത് അത് നമ്മളൊക്കെ കാണുന്നതിനകത്ത്, അതായത് ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. 10, 120 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ 200ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അവിടെ ചിലപ്പോൾ ഒരു 1000 2000 ആളുകളെയൊക്കെ വെച്ച്, പല സിനിമകൾക്കും 10 2000 ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 2000 പേർക്കും പോകാൻ ചിലപ്പോൾ ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ക്യാരവൻ ഉണ്ടാവും, ക്യാരവനകത്ത് മൊത്തം ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്നടിയും ക്യാമറ ഒപ്പും ഒക്കെ ആണല്ലോ. അപ്പോൾ ക്യാരവാൻ പോലും വിശ്വസിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പെൺകുട്ടികൾക്ക് പോലും അവിടെ പോകാൻ പറ്റില്ല. ഒന്നത്. രണ്ട്, പലർക്കും വീടുകളും അതേപോലെയുള്ള ചില ഹോട്ടലുകളുടെ റൂമുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ആരും അവരെ അങ്ങനെ കഷ്ടപ്പെടുന്നൊന്നുമില്ല. ഒരു വിഭാഗം ആളുകൾക്ക് ചില സമയങ്ങളിൽ അങ്ങനെ കിട്ടാതെ വരുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതല്ല. അതിൻ്റെ പേരിൽ ഈ സിനിമയിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെടണമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടവരും ഇതേപോലെ ഈ പോക്സോ കേസിന് പോലും അർഹരായ ആളുകളുമൊക്കെ അവരൊക്കെ സംരക്ഷിക്കപ്പെടണമോ, അതോ ആ കുറ്റവാളികളെ എന്തിനാണ് ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ? ഇത്രയും കാലമായിട്ട്, ഈ 4.5 വർഷമായിട്ടും എന്താണ് സർക്കാർ അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതിരുന്നത്? അതൊക്കെ ആരെ പേടിച്ചിട്ടാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നുള്ളത് സർക്കാർ തന്നെ വേണ്ടി അതിന് മറുപടി പറയാൻ. അതെ, ഉറപ്പായും അത് ആ മറുപടി കിട്ടേണ്ടത് തന്നെയാണ്. അത് കോടതി ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ നിഷ്ക്രിയത്വം എന്നത് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒന്നിന്റെ ന്യായമായി കോടതിയിൽ പറയരുത് എന്ന് ഇന്ന് ആ 2 അംഗ ബെഞ്ച് സൂചിപ്പിക്കുകയും ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീതെന്ന മട്ടിൽ സർക്കാരിനോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്.